ഹലോ. വളരെ സിമ്പിളായിട്ട് വെറും 10 രൂപ ചിലവിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ബാംഗിൾ കേട്ടോ. നമ്മുടെ സീക്വൻസ് കൊണ്ട് ചെയ്തതാണ്. ഇത് ഈ യെല്ലോ ആണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. വേറെ കളറൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ എടുത്ത് നിൽക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ പഴയ ബാംഗിളിൻ്റെ ഫ്രെയിം ഉണ്ടെങ്കിൽ അത് മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചെയ്യും. നമ്മുടെ കയ്യിൽ പഴയ ബാംഗിളുണ്ടെങ്കിൽ അത് മാത്രം മതി. ബാംഗിൾ എടുക്കുക, സിൽക്ക് ത്രെഡ് എടുക്കുക. ത്രെഡ് കുറച്ച് തിക്നെസ്സോടുകൂടി കുറച്ച് ലെങ്തായിട്ട് ഒരുമിച്ച് എടുത്തിട്ട് ഇതുപോലെ ബാംഗിളൊന്ന് കവർ ചെയ്യുക. ഞാൻ സാധാ ഫാബ്രിക് ഗ്ലൂ ആണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിനൊന്നിന് ചുറ്റിയെടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. അത്രയും പറഞ്ഞാൽ അത്രയ്ക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ എന്നുവെച്ചാൽ ഒരു 10 രൂപയുടെ എക്സ്പെൻസേ വരത്തുള്ളൂ. കാരണം നമുക്ക് 10 ഗ്രാം സീക്വൻസ് മേടിച്ചാൽ മതി, 2 ഐറ്റം മേടിച്ചാൽ മതി. അതിലൊന്നും ഒരു വളരെ കുറച്ചൊരു ഇതാണ് നമുക്കിതിൽ ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ ബാലൻസ് വെച്ച് നമുക്ക് ഹെയർ ബോ ചെയ്യാം, നമുക്ക് പിന്നെ ഹെയർ ക്ലിപ്പൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ ചെയ്തെടുക്കാം ഒരു 10 ഗ്രാം വെച്ചിട്ട്. അത്രയ്ക്ക് വില കുറച്ച് ലോ കോസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഇത് നമ്മൾ എല്ലാം ആയതുകൊണ്ട് ഈ കാണുമ്പോൾ അത്രത്തോളം ഒരു എടുപ്പ് വരുന്നില്ല, പക്ഷേ ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ബാംഗിൾ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അവസാനം ഇത് ചെയ്ത് നിർത്തുമ്പോൾ ഇതുപോലെ ഇങ്ങനെ എഡ്ജ് വരുമ്പോൾ ജസ്റ്റ് നമ്മൾ ഒന്ന് കവർ ചെയ്യുക. കവർ ചെയ്തിട്ട് അവസാനം നമുക്ക് കവർ ചെയ്യേണ്ട പോർഷൻ എത്രയാണോ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഒന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക അവിടെ. ഇതുപോലെ ഇപ്പം നമ്മൾ അവിടെ കവർ ചെയ്ത് കഴിയാറായി. ഇനി മേളിലോട്ട് വേണമെങ്കിൽ മേളിലോട്ട് കവർ ചെയ്ത് ഇത് ചെയ്യാം, അല്ലെങ്കിൽ അടിയിലോട്ട് നമുക്ക് അത് ഗം അപ്ലൈ ചെയ്ത് നിർത്താം. എവിടെയാണ് നിങ്ങൾക്ക് വേണ്ടത് അവിടെ വെച്ച് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഗം അപ്ലൈ ചെയ്യുക. ഞാൻ ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. B7000 ഗ്ലൂ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നതിൻ്റെ അവിടെ ഒരു വൃത്തികേട് പോലെ നിൽക്കും, അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം ഗ്ലൂ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം സീക്വൻസ്. ഞാൻ ഈ സീക്വൻസ് എടുത്തിരിക്കുന്നത്. സീക്വൻസ് പലതരത്തിലുണ്ട്. ഇതൊരു ഫ്ലവർ ഷേപ്പിലുള്ള പെറ്റൽസ് പോലെ ഇങ്ങനെ മേളിലോട്ട് നിൽക്കും, ആ ഒരു മോഡലാണ്. അത് ജസ്റ്റ് ഇങ്ങനെ ബാംഗിൾ ഫുള്ളായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ബാംഗിൾ ഫുള്ളായിട്ട് കവർ ചെയ്യുക. ഞാൻ പിന്നെ ഇവിടെ എടുത്തിരിക്കുന്ന 4 കട്ട് ബാംഗിളാണ് കേട്ടോ. ഈ ഇങ്ങനെയുള്ള സിംഗിൾ ബാംഗിൾസിനെ പറയുന്ന 4 കട്ട് ബാംഗിൾസ്, അതായത് 4 ബാംഗിൾസ് ഉണ്ടാവും 4 കട്ട് എന്ന് പറയുമ്പോൾ ഒരു സെറ്റിൽ. അതാ ഇത് നമ്മുടെ പഴയ ബാംഗിൾസ് ഇല്ലേ, ബാംഗിൾസ് ഉണ്ടെങ്കിൽ അതിന് ജസ്റ്റ് ഒരു ബോട്ടിലിട്ട് ഒന്ന് കറക്റ്റ് ഷേപ്പ് ആക്കിയിട്ട് നമ്മൾ ജസ്റ്റ് കവർ ചെയ്തെടുത്താൽ മാത്രം മതി. ഇതുപോലെ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഇത് നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തതെല്ലാം നന്നായിട്ട് അതിൽ പേസ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇനി ഒന്നുമില്ല, ഈ ബാംഗിൾ ഫുള്ളായിട്ട് കവർ ചെയ്യുക. നിങ്ങൾ പറയും എന്തെങ്കിലും ഇത് ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അത്രയ്ക്ക് നിസ്സാരമായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല കളറിൽ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് മേടിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമുക്ക് ഒക്കെ ഉപയോഗിക്കാം. ഹെയർ ബോ ചെയ്യാം. അത് ഞാൻ പറയാം, നമുക്കിപ്പോൾ കുന്തൻ സ്റ്റോൺ ഇങ്ങനെയുള്ളതൊക്കെ വളരെ കുറച്ച് മേടിച്ച് കഴിഞ്ഞാൽ ഒത്തിരി സാധനങ്ങൾ ചെയ്തെടുക്കാം. ഓക്കെ, ഇതൊന്നുമില്ല. ഇനി ശരിക്കും പറഞ്ഞാൽ ഇനി ഇത് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചെടുക്കുക. പിന്നെ അവസാനം വരുമ്പോൾ എന്ത് ചെയ്യുക, എഡ്ജ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് തീരെ ടൈറ്റ് ഇപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് ഒരു ഇത് വെക്കാൻ സ്പേസ് ഇല്ല എങ്കിൽ ജസ്റ്റ് അതിനെ അവിടെ വെക്കാതെ ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യണം. മറ്റുള്ളത് വെച്ച് ഒന്ന് ചെറിയ ഗ്യാപ്പ് ഇട്ട് അറേഞ്ച് ചെയ്തോടെ ഫിക്സ് ചെയ്യുക. ഇതുപോലെ അവിടെ നമുക്കിനി വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ വീണ്ടും നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കാതെ ജസ്റ്റ് ബാക്കി എല്ലാത്തിനെയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിർത്തുക. കണ്ടോ, നല്ല ഭംഗിയായില്ലേ? ഇത് പല കളറിലുണ്ട്. നമുക്ക് ബ്ലൂ ചെയ്യാം, പിങ്ക് ചെയ്യാം, ഒത്തിരി കളറുണ്ട്, ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. ഇനി അടുത്ത് ഇനി ഞാൻ 2 സൈഡിലുള്ള സിംഗിൾ ഫ്രെയിമിൽ പ്ലെയിൻ ആയിട്ടുള്ള സീക്വൻസ്, ശരിക്കും പ്ലെയിൻ ആയിട്ടുള്ള റൗണ്ടിലുള്ള സീക്വൻസ്, അത്ര വലിപ്പമല്ല ഞാൻ എടുത്തിരിക്കുന്നത്. 2 സൈസിലുണ്ട്, ഇച്ചിരി കൂടെ വലിപ്പമുള്ളതുകൊണ്ട്. അപ്പം നമുക്ക് ഏതാണ് കിട്ടുന്നത് അത് ശരിക്കും അടുക്കി ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാശിൻ്റെ ടൈപ്പിലിരിക്കും കേട്ടോ, ഗോൾഡൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതെൻ്റെ സിമ്പിളായിട്ട് ഇതൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ, എന്താ പറയുക, വളരെ സമയ ലാഭമാണ്, കാശ് ലാഭമാണ്. നമ്മുടെ ആവശ്യത്തിന് ഒത്തിരി സാധനങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും ഇത് വെച്ചിട്ട്, സീക്വൻസ് വെച്ചിട്ട്. അത്രയ്ക്ക് വളരെ നിസ്സാരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുകയാണ്. നല്ല ഭംഗിയുമാണ് കേട്ടോ. ഇനി ഞാൻ നേരത്തെ ചെയ്തില്ല, ആ ഫ്ലവർ ബാംഗിളിന് അകത്തേക്ക് ഒരു സ്റ്റോൺ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ സ്റ്റോൺ കൊടുത്തില്ല, സ്റ്റോൺ ഉണ്ടെങ്കിൽ കൊടുക്കാം, എടുത്തു വെച്ചിരുന്നു. പക്ഷെ അത് ചെയ്തപ്പോൾ തന്നെ അത്രയും ആവശ്യത്തിനൊരു ഭംഗിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. ഇതുപോലെ നമുക്ക് എന്താ പറയുക, പല കളറിൽ തന്നെ ചെയ്തെടുക്കാം. ഓക്കെ, കണ്ടോ,
ഇത്രയ്ക്ക് അതൊരു സെറ്റായിട്ട് എടുക്കുമ്പോൾ അതൊരു ഭംഗിയാണ് കേട്ടോ. സൈഡിൽ 2 പ്ലെയിൻ ബാങ്കിളും സെൻറ്ററിലിതും. കണ്ടോ? അപ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.